algebraic operations on L of VW, which means that we are going to discussing the different type of algebraic operations on a linear map defined from from the vector space V to W. L of VW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ linear transformation defining from the vector space V to W. Okay. The first one, addition and scalar multiplication on L of VW. Suppose S and T is an element of L of VW and lambda is an element of F, then the sum S plus T and the product lambda T is defined are the linear maps defining from V to W and is defined by S plus T of V equal to SV plus TV and lambda T into of V equal to lambda into T of V. അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ എങ്ങനെയാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ അഡീഷൻ, അതായത് ക്ലോഷർ അണ്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് ഫങ്ഷൻസ്, രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് ആ ലീനിയർ മാപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വിയിൽ നിന്ന് വി ടു ഡബ്ല്യു ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ട്രാൻസ്ഫോർമേഷൻസ്, ലീനിയർ ആയിട്ടുള്ള രണ്ട് ട്രാൻസ്ഫോർമേഷൻസ്, അതായത് എസ് ഫ്രം വി ടു ഡബ്ല്യു അതുപോലെ ടി ഫ്രം വി ടു ഡബ്ല്യു, ഇത് രണ്ടും രണ്ട് ലീനിയർ മാപ്സ് ആണ് ഡിഫൈനിങ് ഫ്രം ദി സെയിം വെക്റ്റർ സ്പേസ് വി ടു ഡബ്ല്യു. ആൻഡ് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്റ്റർ സ്പേസുകൾ തമ്മിൽ, ആ രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ലീനിയർ മാപ്സ് തമ്മിലുള്ള സമ്മിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എസ് പ്ലസ് ടി ഓഫ് വി എന്ന് പറയുന്നത് എസ് വി പ്ലസ് ടി വി ആയിരിക്കും. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, ഇപ്പോൾ ലാംഡ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ വെച്ചിട്ട് നമ്മളിതിൽ ഒരു ട്രാൻസ്ഫോർമേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ ഇൻറ്റു ടി ഓഫ് വി ആണ്. ഓക്കെ. ദെൻ ഒരു ലീനിയർ മാപ്പ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് തന്നെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ക്ലോഷർ അണ്ടർ സ്കെയിൽ അഡീഷനും ക്ലോഷർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ആക്സിയംസ്, ബാക്കി ഒരു വെക്റ്റർ സ്പേസ് ആവാനുള്ള ബാക്കി എല്ലാ ആക്സിയംസും ഈ രണ്ട് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റും. ദസ് വി ക്യാൻ സേ ദാറ്റ് എ ലീനിയർ മാപ്പ് ഇറ്റ്സെൽഫ് ഈസ് എ വെക്റ്റർ സ്പേസ്. ദെൻ ലീനിയർ മാപ്പിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ്, രണ്ട് ലീനിയർ മാപ്സിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇഫ് ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈനിങ് ഫ്രം യു ടു വി ആൻഡ് എസ് ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈനിങ് ഫ്രം വി ടു ഡബ്ല്യു, അതിനാണ് ടി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് യു വി എന്നും എസ് എന്ന് പറയുന്നത് എൽ ഓഫ് വി ഡബ്ല്യു എന്നും പറയുന്നത്. ദെൻ ദി പ്രോഡക്റ്റ് വിൽ ബി ഡിഫൈനിങ് ഫ്രം യു ടു ഡബ്ല്യു. അതായത് ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത് യുയിലോട്ടാണ്. അതുപോലെ എസ് എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത് വിയിൽ നിന്ന് ഡബ്ല്യുയിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള പ്രൊഡക്റ്റ് എസ് ടി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യണത് ദി എസ് ടി വിൽ ബി ഡിഫൈനിങ് ഫ്രം യു ടു ഡബ്ല്യു ആയിരിക്കും. ഓക്കെ. അപ്പോൾ എസ് ആണല്ലോ ഇവിടെ ആദ്യം എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ വി ടു ഡബ്ല്യു അല്ല, തിരിച്ചാണ് പറഞ്ഞത്. ടിയിൽ നിന്നാണ് എസിലോട്ട് പോകേണ്ടത്. ആദ്യം നമ്മൾ ടി എന്നുള്ള ആ ഒരു കോമ്പോസിഷൻ, നമ്മളിപ്പോൾ പ്രോഡക്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി കോമ്പോസിഷൻ തന്നെയാണ്. നമ്മൾ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ, എഫ് കോമ്പോസിഷൻ ജി ചെയ്യുമ്പോൾ ജി എന്നുള്ളത് ആദ്യം അപ്ലൈ ചെയ്തിട്ടല്ലേ പിന്നെയല്ലേ എഫ് എന്നുള്ളത് അപ്ലൈ ചെയ്യണത്. അത് തന്നെയാണ് ടി എന്നുള്ളതാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് യുവിൽ നിന്നാണ്, ടി സ്റ്റാർട്ട് ചെയ്യുന്നത് യുവിൽ നിന്നാണ്. ദെൻ എസ്സിലോട്ട് പോകും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ആ മിഡിൽ പാർട്ട് രണ്ട് വെക്റ്റർ സ്പേസും കോമൺ ആയിരിക്കണം, എന്നാലാണ് നമുക്കതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തിരിച്ചാണെങ്കിൽ റിവേഴ്സ് കണ്ടീഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ യു ടു വി പോയി ദെൻ വി ടു ഡബ്ല്യു പോസിബിൾ ആണ്. അതാണ് ഇവിടെ എസ് ടി എന്ന് പറയാൻ കാരണം. അപ്പോൾ എസ് ടി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് വിൽ ബി കമ്മിങ് ഫ്രം, സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, യു ടി എന്ന് പറയുന്നത് യു ടു വി ആണ്. ഇപ്പോഴാണ് കറക്റ്റായത്. ടി എന്ന് പറയുന്നത് യു ടു വിയും എസ് എന്ന് പറയുന്നത് വി ടു ഡബ്ല്യൂയും. സോ എസ് ടി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഈസ് ഡിഫൈനിങ് ഫ്രം യു ടു ഡബ്ല്യു. ടി എസ് അല്ല എസ് ടി. ടി എസ് എന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ അല്ല. ടി എസ് എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കണമെങ്കിൽ ഈ യുവും വി ഡബ്ല്യു എന്നുള്ളത് അത് രണ്ടും ഈക്വൽ ആയിരുന്നെങ്കിൽ മാത്രമാണ് അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ കോമ്പോസിഷൻ പോലെ തന്നെയാണ് നമ്മൾ ലീനിയർ മാപ്സിൻ്റെ പ്രോഡക്ട്സിനെയും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എസ് ടി എന്ന് പറയുന്നതാണ് ലീനിയർ മാപ്പ്, പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ലീനിയർ മാപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി ആസ് എസ് ടി ഓഫ് യു ഈക്വൽ ടു എസ് ഓഫ് ടി ഓഫ് യു. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ് ഓഫ് രണ്ട് ലീനിയർ മാപ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി
ഈ രണ്ട് ലീനിയർ മാപ്സിൻ്റെ പ്രൊഡക്ട്സ് ഓഫ് ലീനിയർ മാപ്സിന് കുറച്ച് ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് അസോസിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ മാപ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കണം. അതായത് 3 ലീനിയർ മാപ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് T1 T2 ഇൻറ്റു T3 എന്ന് പറയുന്നത് T1 ഇൻറ്റു T2 ഓഫ് T2 T3 ആയിരിക്കും. T1 ഓഫ് T2 T3 ആയിരിക്കും. ഇത് ഈ ബ്രാക്കറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ട്സ് എടുത്താലും അതിന് സെയിം വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ T ഇൻറ്റു I എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു T ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു T. ഇവിടെ I എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈനിങ് ഫ്രം V ടു Vയുമാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് W ടു W രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ റൈറ്റും ലെഫ്റ്റും എടുക്കുമ്പോൾ രണ്ടും രണ്ടായിട്ട് കിട്ടിയാലാണ് നമുക്ക് ഇതുപോലെ കമ്പൈൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ രണ്ടായിട്ട് എഴുതിയിരിക്കുന്നത്. ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ വിയിൽ നിന്ന് വിയിലോട്ടുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഡബ്ല്യൂവിൽ നിന്ന് ഡബ്ല്യൂയിലോട്ടുള്ളതും കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ദി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് S1 ഇവിടെ T1 T1 T2 എന്ന് പറയുന്നത് എല്ലാം യുവിൽ നിന്ന് വിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും S1 S2 എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഡിഫൈനിങ് ഫ്രം V ടു W. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് S1 പ്ലസ് S2 ഇൻറ്റു T എന്ന് പറയുന്നത് S1 ഇൻറ്റു T പ്ലസ് S2 ഇൻറ്റു T ആണ്. അതുപോലെ തന്നെ S ഇൻറ്റു T1 പ്ലസ് T2 വിൽ ബി ഈക്വൽ ടു ST1 പ്ലസ് ST2. And multiplication of linear map is not commutative. Product of linear maps എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് അസോസിയേറ്റിവിറ്റിയും ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് S ഇൻറ്റു T എന്ന് പറയുന്നത് വിൽ ബി നോട്ട് ഈക്വൽ ടു T ഇൻറ്റു S. റിവേഴ്സ് കണ്ടീഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ലീനിയർ മാപ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്ന കേസിൽ ആ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നോക്കുന്നത്. Suppose D element of P of R to P of R is the differentiation map is defined by dP equal to P dash. നമ്മൾ ഡിഫറൻസിയേഷൻ മാപ്പ് കൺസിഡർ ചെയ്യാണ് P of R എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് P of R ലോട്ട്, ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ dP equal to P dash. നമ്മൾ ഡിഫറൻസിയേഷൻ മാപ്പ് എന്താണെന്നൊക്കെ ഉള്ളത് നേരത്തെ നോക്കിയതായിരുന്നു. അതുപോലെ തന്നെ വേറൊരു മാപ്പും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യാണ്, മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് സ്ക്വയർ എന്നുള്ള മാപ്പ്. ആൻഡ് ലെറ്റ് T is an element of L of P of R to P of R defined by TP of X equal to X square P of X. ഓക്കെ, നമ്മൾ രണ്ട് മാപ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. D എന്ന് പറയുന്ന ലീനിയർ മാപ്പും T എന്ന് പറയുന്ന ലീനിയർ മാപ്പും. ഈ ഡിഫറൻസിയേഷൻ മാപ്പും മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് സ്ക്വയറും ലീനിയർ മാപ്സ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ലീനിയർ മാപ്സ് ആയിട്ടുള്ള രണ്ട് ലീനിയർ മാപ്സ് നമ്മൾ എടുക്കുകയാണ്. ദെൻ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് D ഇൻറ്റു T ഈസ് നോട്ട് ഈക്വൽ ടു T ഇൻറ്റു D. ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടും നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ T ഇൻറ്റു D ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ TP ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ മാപ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ST ഓഫ് U ഈക്വൽ ടു S ഓഫ് T ഓഫ് U. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? TP ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആദ്യം D എന്നുള്ള ആ സെക്കൻഡ് ആയിട്ട് കിടക്കുന്ന ലീനിയർ മാപ്പ് വേണം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ T ഇൻറ്റു DP ഓഫ് എക്സ്, അതാണ് ആദ്യം നമ്മൾ കോമ്പോസിഷനിൽ സെക്കൻഡ് ഫംഗ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ലീനിയർ മാപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. DP ഓഫ് എക്സ്. ഇനി ആ DP ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താ? P ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് P ഡാഷ് ഓഫ് എക്സ്. ഇനി TP ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ P ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് എന്ത് വരും? പിയുടെ സ്ഥാനത്ത് എന്ത് വരും? P ഡാഷ് എന്ന് വരും. അതിൽ വരുന്ന ചേഞ്ച് എക്സ് സ്ക്വയർ P ഡാഷ് ഓഫ് എക്സ്. അങ്ങനെയാണ് ഇവിടെ എക്സ് സ്ക്വയർ P ഡാഷ് ഓഫ് എക്സ് ഉണ്ട്. നമുക്ക് TD എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, T ഇൻറ്റു D എന്നുള്ള ആ രണ്ട് ലീനിയർ മാപ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ എന്താണ്? എക്സ് സ്ക്വയർ P ഡാഷ് ഓഫ് എക്സ്. നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. DT എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ DT P ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ TP ഓഫ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ D ഓഫ് TP ഓഫ് എക്സ്. TP ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ പ്രകാരം എക്സ് സ്ക്വയർ P ഓഫ് എക്സ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി DP
ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? പി ഡാഷ് ഓഫ് എക്സ് ആണ്. ഡി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഡാഷ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്നുള്ളത് എന്ത് വരും? എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്, അതായത് പി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ പി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്. ഇവിടെ പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്താണ് നമുക്ക് എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് വന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡിഫറൻസിയേഷൻ മാപ്പിൽ ഡെഫിനിഷൻ പ്രകാരം വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഡെഫിനിഷൻ പ്രകാരം. സോ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ഡെറിവേറ്റീവ്. ഇവിടെ ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ എക്സിൻ്റെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് വന്നേക്കുന്നത്. സോ നമ്മൾ അവിടെ എന്ത് കൊടുക്കുക? പ്രോഡക്റ്റ് റൂൾ കൊടുക്കുക. പ്രോഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. യു വി റൂൾ അപ്ലൈ ചെയ്തതാണ്. ദസ് വി ഗെറ്റ് ഡി ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ പി പ്ലസ് പി ഇൻറ്റു 2x. ഇതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വലൻ്റ് അല്ലല്ലോ. ടി ഡി എന്ന് പറയുന്നത് നമുക്ക് എക്സ് സ്ക്വയർ പി ഡാഷ് എന്നാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ഡി ടി ചെയ്തപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് പി ഇൻറ്റു 2x എന്നുള്ളൊരു അഡീഷണൽ ടേമും വന്നു. ദസ് ഡി ടി ഈസ് നോട്ട് ഈക്വൽ ടു ടി ഡി, വിച്ച് മീൻസ് ദാറ്റ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓൺ ലീനിയർ മാപ്പ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ലാന്ന് കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ മാപ്സ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ലാന്ന് കാണിക്കാനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Then next one is a theorem. Suppose T is a linear map is defining from V to W, then T of 0 will be equal to 0. അതായത് നമ്മളൊരു ലീനിയർ മാപ്പ് വി എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് ഡബ്ല്യു എന്നുള്ളൊരു വെക്റ്റർ സ്പേസിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ടി ഓഫ് സീറോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു ലീനിയർ മാപ്പിൻ്റെ കേസിലാണ് ജനറലായിട്ട് ഏതൊരു ലീനിയർ മാപ്സ് ഒരു മാപ്പ് ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ടി ഓഫ് സീറോ വെക്റ്റർ, അതായത് സീറോ വെക്റ്ററിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. നമ്മൾ ടി ഓഫ് വി ഈക്വൽ ടു സം ഇപ്പോൾ ഡി പി ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് പഠിച്ചിട്ട് ഡിഫൈൻ ചെയ്തില്ല. അവിടെ 0 വെക്റ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 0 ആയിരിക്കും കിട്ടുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തില്ലേ, ഡി പി ഈക്വൽ ടു പി ഡാഷ് എന്ന്. അപ്പോൾ ഡി ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്താ? സീറോൻ്റെ ഡെറിവേറ്റീവ് ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. സീറോൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 തന്നെയല്ല. അപ്പോൾ ഡി ഓഫ് 0 എന്ന് പറയുന്നത് 0 എന്ന്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി പി ഓഫ് 0. ഇവിടെ എന്താ പറയേണ്ടത്? എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ വന്നിരിക്കുന്ന ടേം, ഇവിടെ വരുന്ന 0 വെക്റ്റർ അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ അഗെയിൻ 0 തന്നെ വരും. അതാണ് പറയുന്നത് 0 വെക്റ്ററിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യണം. ടി ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ടി ഫ്രം വി ടു ഡബ്ല്യു എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ആണ്. അപ്പോൾ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ അത് അഡിറ്റിവിറ്റിയും സ്കെയിൽ ഹോമോജിനിറ്റി രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അഡിറ്റിവിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ എന്തായിരുന്നു? ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി യു പ്ലസ് ടി വി ആൻഡ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ടി ഓഫ് ലാംഡ യു ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി യു. ഇതായിരുന്നു രണ്ട് കണ്ടീഷൻസ് ഒരു മാപ്പ് ലീനിയർ ആവാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ബൈ അഡിറ്റിവിറ്റി. നമ്മൾ ഈ അഡിറ്റിവിറ്റി കണ്ടീഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ടി ഓഫ് സീറോനെ, ഈ 0 എന്നുള്ള വെക്റ്ററിനെ നമുക്ക് 0 പ്ലസ് 0 എന്ന് എഴുതിക്കൂടെ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടി ഓഫ് 0 ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് 0. ഇനി അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി, ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ആയതുകൊണ്ട് ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി യു പ്ലസ് ടി വി എന്ന് കൊടുക്കാം. ഇവിടെ യു ആയിട്ടും 0 എടുക്കുക, വി യു ആയിട്ടും 0 എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ടി ഓഫ് 0 പ്ലസ് ടി ഓഫ് 0. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഈ ടി ഓഫ് സീറോൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ടി ഓഫ് 0 വെച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ടി ഓഫ് 0 പ്ലസ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ടി ഓഫ് 0. അപ്പോൾ അതിന് നമ്മൾ മൈനസ് ടി ഓഫ് 0 എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് രണ്ട് സൈഡിലും ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ആഡ് ചെയ്യാണ് പ്ലസ് മൈനസ് ഓഫ് ടി ഓഫ് 0. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? അല്ലെങ്കിൽ ഒരു വെക്ടറിൻ്റെ കൂടെ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 വെക്ടറാണ് കിട്ടുക. ദസ് വി ഗെറ്റ് 0 ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 0 കിട്ടും. ഇത് ടി ഓഫ് 0 എന്നുള്ളത് സെയിം തന്നെ. അതിലിവിടെ അഗെയിൻ എന്ത് കിട്ടും? 0 വെക്ടർ. ദസ് വി ഗെറ്റ് 0 ഈക്വൽ ടു ടി ഓഫ് 0. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം വെക്ടർ തന്നെയല്ലേ കിട്ടുക. ദസ് 0 ഈക്വൽ ടു ടി ഓഫ് 0. ദസ് വി ഗെറ്റ്
ടി ഓഫ് 0 ഈക്വൽ ടു 0. അപ്പോൾ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ടി ഓഫ് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. Next definition, null space or nullity. The null space or nullity for t element of L of VW, the null space of T is denoted as null T. It's the subset of V consisting of those vectors that T maps to 0. That is null T equal to set of all V element of V such that TV equal to 0. അതായത് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം വി ടു നൾ ടി അല്ലെങ്കിൽ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ്. വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് നൾ ടി എന്ന് പറയുന്നത്. ഇനി ആ നൾ ടിയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് ടി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലോട്ട് മാപ്പ് ചെയ്തല്ലേ പോകുന്നത്. അപ്പോൾ ആ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ടി വി ഓഫ് സം വെക്റ്റർ ഈക്വൽ ടു 0 എന്ന് കിട്ടുമെന്ന് വിചാരിക്കുക. അതായത് ഈ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് ഡബ്ല്യു എന്നുള്ള വെക്റ്റർ സ്പേസിലോട്ട് മാപ്പ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്, 0ലോട്ട് മാപ്പ് ചെയ്യുന്ന വെക്റ്റേഴ്സ് ഫ്രം ദി വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ വി, ഫ്രം ദി വെക്റ്റർ സ്പേസ് വി, അങ്ങനെയുള്ള വെക്റ്റേഴ്സിൻ്റെ കളക്ഷനെയാണ് നൾ ടി അല്ലെങ്കിൽ നൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ നിന്ന് ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലോട്ട് മാപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 0 വെക്റ്ററുമായിട്ട് മാപ്പ് ചെയ്യപ്പെട്ട വിയിൽ നിന്നുള്ള വെക്റ്റേഴ്സ്, അതാണ് ടി വി ഈക്വൽ ടു 0 സച്ച് ദാറ്റ് വി എലമെൻറ്റ് ഓഫ് വി, അങ്ങനെയുള്ള വെക്റ്റേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ നൾ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാപ്പ് ചെയ്യുമ്പോൾ സം വെക്റ്റർ ടി ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ആ വി എന്ന് പറയുന്നത് എന്തായി, നൾ ടിയിൽ ഇൻക്ലൂഡഡ് ആയി. ഇനി യു എന്നുള്ള വെക്റ്റർ ഈ ടി എന്നുള്ളതിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ 0 കിട്ടുന്നുണ്ടെങ്കിൽ യു എന്ന് പറയുന്നതും നൾ ടിയിൽ ഇൻക്ലൂഡഡ് ആയി. സോ അങ്ങനെയുള്ള വെക്റ്റേഴ്സ് റൈറ്റ് സൈഡിൽ 0ലോട്ട് മാപ്പ് ചെയ്യുന്ന വെക്റ്റേഴ്സ് ഫ്രം ദി വെക്റ്റർ സ്പേസ് വി, അതാണ് നൾ ടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് ടി ഈസ് ദി 0 മാപ്പ് ഫ്രം വി ടു ഡബ്ല്യു ദെൻ ടി വി ഈക്വൽ ടു 0 ഫോർ എവറി വി എലമെൻറ്റ് ഓഫ് പി ദെൻ നൾ ടി ഈസ് ഈക്വൽ ടു വി. അതായത് ഇപ്പോൾ 0 മാപ്പ് നമ്മൾ എങ്ങനെ വരിക, 0 മാപ്പ് എന്ന് പറയുമ്പോൾ എന്താ, 0ലോട്ടല്ലേ, വിയിൽ നിന്ന് വെക്റ്റർ സ്പേസിൽ നിന്ന് ഡബ്ല്യു എന്നുള്ള വെക്റ്റർ സ്പേസിലേക്ക് ഈ വി എന്നുള്ളത് എങ്ങനെ മാപ്പ്, ഏത് വെക്റ്റർ എടുത്ത് മാപ്പ് ചെയ്താലും അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 അല്ലേ. കാരണം അതെന്ന് പറയുന്നത് 0 മാപ്പാണ്. ടി വി ഈക്വൽ ടു 0 എന്നുള്ളത് തന്നെയാണ് ഡെഫിനിഷൻ തന്നെ 0 മാപ്പിൻ്റെ. അപ്പോൾ ഈ വി എന്നുള്ള വെക്റ്റർ ഏതെടുത്താലും അതിൻ്റെ റൈറ്റ് സൈഡിലെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വിയിലുള്ള എല്ലാ വെക്റ്റേഴ്സും ഈ നൾ ടിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് നൾ ടി വിൽ ബി ഈക്വൽ ടു ദി വെക്റ്റർ സ്പേസ് വി. കാരണം എന്താ, ഒന്നുകൂടി പറയാം, ടി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് 0 മാപ്പായിട്ട്, ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ മാപ്പ് എന്ന് പറയുന്നത് 0 മാപ്പ്, ആ 0 മാപ്പ് എന്ന് പറയുന്നത് മാപ്പ് ചെയ്യുന്നത് വി ടു ഡബ്ല്യു ആണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടി വി ഈക്വൽ ടു 0. അതായത് ഈ വി എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് ഏതൊരു വെക്റ്റർ എടുത്താലും അത് റൈറ്റ് സൈഡിലെ ഏത് വെക്റ്ററുമായിട്ടാണ് മാപ്പ് ചെയ്യുന്നത്, 0 എന്നുള്ള വെക്റ്ററുമായിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അതാണ് 0 മാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വി എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് നമ്മൾ ഏത് വെക്റ്റർ എടുത്താലും അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ വിയിൽ നിന്ന് വി എടുത്താലും ടി വി ഈക്വൽ ടു 0 ആയിരിക്കും, വിയിൽ നിന്ന് യു എടുത്താലും ടി യു ഈക്വൽ ടു 0 ആയിരിക്കും, വിയിൽ നിന്ന് ഡബ്ല്യു എടുത്താലും ടി ഡബ്ല്യു ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം അതെല്ലാം 0ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷന് 0 മാപ്പ് എന്ന് പറയുന്നത്. സോ വി എന്നുള്ളതിലെ കംപ്ലീറ്റ് വെക്റ്റേഴ്സ് മാപ്പ് ചെയ്യുന്നത് 0ലോട്ടാണ്. അങ്ങനെയുള്ള മാപ്പ് ചെയ്യുന്ന വെക്റ്റേഴ്സിനെയാണല്ലോ നമ്മൾ നൾ ടിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദസ് വി ക്യാൻ സേ ദാറ്റ് വി നൾ ടി വിൽ be equal to the full complete list of vectors from the vector space V. So null T will be equal to V. Okay, വേറൊരു എക്സാമ്പിൾ നോക്കാം. Let phi element of L of C cube F defined by phi of Z1 Z2 Z3 equal to Z1 plus 2 Z1 plus 3 Z3. Then null phi equal to set of all Z1 Z2 Z3 is an element of C3 such that Z1 plus 2 Z1 plus 3 Z2 equal to 0. ഇത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ വേറൊരു ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യാണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വെക്റ്റർ സ്പേസ് C3 ടു F. ആൻഡ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഫൈ ഓഫ് Z1 Z2 Z3 ഈക്വൽ ടു Z1 പ്ലസ് 2 Z1 പ്ലസ് 3 Z3 എന്നാണ്. അപ്പോൾ
നൾ ഫയൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം വി ടു ഡബ്ല്യു എന്നായതുകൊണ്ടാണ് നമ്മൾ അതിനെ ടി എന്ന് ഡിനോട്ട് ചെയ്തത്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷന് നമ്മൾ ടിക്ക് പകരം വേറെ ഏതെങ്കിലും വേരിയബിൾ ആണ് യൂസ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ആ ചേഞ്ച് വരും. ഇപ്പോൾ എസ് ഫ്രം വി ടു ഡബ്ല്യു എന്നാണെങ്കിൽ നൾ എസ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫൈ ആയതുകൊണ്ട് നമ്മൾ നൾ ഫൈ ഈക്വൽ ടു, ഇനി നൾ ഫൈ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഫൈ ഓഫ് C3 എന്നുള്ള വെക്ടേഴ്സ്, C3യിൽ നിന്ന് ഏതൊരു വെക്ടർ എടുത്താലും അതിന് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ വാല്യൂ എഫിലെ 0 വെക്ടറുമായിട്ട് മാപ്പ് ചെയ്യുന്ന C3യിലെ വെക്ടേഴ്സ്, അതാണ് നൾ ഫൈൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് C3യിൽ നിന്ന് Z1 Z2 Z3 എന്നുള്ള ഒരു വെക്ടറിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ വാല്യൂ 0 ആവണം, ഈ വെക്ടർ, ഈ ഇക്വേഷൻ Z1 + 2Z1 + 3Z3 = 0 ആവുന്ന വെക്ടേഴ്സ് ആണ് ഈ നൾ ഫൈൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരിക. സോ നമ്മൾ അതിൻ്റെ ജനറൽ കണ്ടീഷൻ ആയിട്ട് എഴുതുന്നുള്ളൂ, Z1 + 2Z1 + 3Z3 = 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ വെക്ടേഴ്സിൻ്റെയും കൂടി കളക്ഷൻ ആയിരിക്കും നൾ ഫൈൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ -2 1 0 എന്നുള്ളത് നൾ ഫൈൽ ഒരു വെക്ടർ ആയിരിക്കും. കാരണം Z1 = -2, Z1 = 1 ആൻഡ് Z3 ആണ്. Z3 = 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, Z2 Z3 എന്ന് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, 0 എന്നല്ലേ കിട്ടുന്നത്. സോ -2 1 0 എന്ന് പറയുന്നത് ഈസ് എൻ എലമെൻറ്റ് ഓഫ് നൾ ഫൈ. എഗെയിൻ C3യിൽ നിന്ന് വേറൊരു വെക്ടർ ആയിട്ട് -3 0 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പോൾ അത് എഫിലെ 0 വെക്ടർ ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ദസ് നൾ ഫൈ കണ്ടെയ്ൻസ് ദി വെക്ടർ -3 0 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെക്ടേഴ്സിൻ്റെ കളക്ഷനെയാണ് നൾ ഫൈൽ. നമ്മൾ ജനറൽ കണ്ടീഷനായിട്ട് വെറുതെ ഒന്ന് ഡിനോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, let the linear transformation is defined, D be the linear transformation defined from P of R to P of R is the differentiation map and it is defined by dP = P dash. differentiation മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൾ സ്പേസ് എന്താണെന്നാണ് നോക്കുക. അപ്പോൾ അതിന് D എന്നുള്ളതാണ് നമ്മൾ ഡിഫറൻസിയേഷൻ മാപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൾ സ്പേസിനെ നമ്മൾ നൾ D എന്ന് ഡിനോട്ട് ചെയ്യണം. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഫസ്റ്റത്തെ വെക്റ്റർ സ്പേസിൽ നിന്ന് സെക്കൻഡ് വെക്റ്റർ സ്പേസിലെ 0 വെക്ടറുമായിട്ട് മാപ്പ് ചെയ്യുന്ന ഈ ഫസ്റ്റത്തെ വെക്റ്റർ സ്പേസിലെ വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, dP = P ഡാഷ്. റൈറ്റ് സൈഡിൽ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് റൈറ്റ് സൈഡിൽ 0 കിട്ടുന്നത്, സീറോൻ്റെ ഡെറിവേറ്റീവിന് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവിന് മാത്രമേ 0 കിട്ടുള്ളൂ. ബാക്കി ഏത് വേരിയബിൾ എടുത്താലും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ടേം ആയിരിക്കും കിട്ടുക, വേറൊരു എക്സ്പ്രഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 വെക്ടർ വരണമെന്ന് അല്ലെങ്കിൽ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കേണ്ടത് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് മാത്രമാണ് 0 വെക്ടറുമായിട്ട് കോൺസ്റ്റൻറ്റ് വെക്ടേഴ്സ് മാത്രമാണ് ആ നൾ സ്പേസിൽ ഇൻക്ലൂഡഡ് ആവത്തുള്ളൂ. കാരണം കോൺസ്റ്റൻറ്റ് വെക്ടേഴ്സ് മാത്രമാണ് റൈറ്റ് സൈഡിലെ ആ വെക്ടർ സ്പേസിൽ 0 വെക്ടറുമായിട്ട് മാപ്പ് ചെയ്യുള്ളൂ. ദസ് വി ക്യാൻ സേ ദാറ്റ് നൾ D will be equal to the set of all constant functions. അപ്പോൾ എല്ലാ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസും ആണ് ആ 0യുമായിട്ട് മാപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ ബൈ x സ്ക്വയർ എന്നുള്ള ലീനിയർ മാപ്പ്. അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ, TP of x = some x square into P of x. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ റൈറ്റ് സൈഡിൽ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഏതൊക്കെ P of x, ഫസ്റ്റത്തെ വെക്ടർ സ്പേസ് P of R ൽ നിന്ന് ഏതൊക്കെ വെക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റൈറ്റ് സൈഡിൽ 0 കിട്ടുക. റൈറ്റ് സൈഡിൽ 0 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, ഈ P of x തന്നെ 0 ആയിരിക്കണം. ആ 0 ആയിട്ടുള്ള വെക്ടേഴ്സ് മാത്രം എടുക്കുമ്പോഴേ നമുക്കിവിടെ 0 കിട്ടുള്ളൂ. വേറെ എന്ത് ചെയ്താലും നമുക്ക് 0 കിട്ടില്ല. കാരണം x സ്ക്വയർ ഇൻറ്റു സം 0 ചെയ്താൽ മാത്രമാണ്, ഈ x സ്ക്വയർ എന്നുള്ളത് എന്തായാലും 0 ആവില്ല. അപ്പോൾ ഈ P of x നമ്മൾ ചൂസ് ചെയ്യണത് തന്നെ 0 ആയാലാണ് റൈറ്റ് സൈഡിൽ 0 കിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ വെക്ടർ മാത്രമാണ് ഈ നൾ ടിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുള്ളൂ, അത് 0 വെക്ടറാണ്. ഓക്കെ, അതായത് 0 പോളിനോമിയൽ മാത്രമാണ് 0 പോളിനോമിയലായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദസ് നൾ ടി വിൽ ബി ഈക്വൽ ടു സെറ്റ് 0. അപ്പോൾ ഇത്രയാണ് എക്സാമ്പിൾസ് ഫോർ എ നൾ സ്പേസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ട്, അതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് എ പ്രപ്പോസിഷൻ, ലെറ്റ് T element of L of VW, then null T is a subspace of V. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നൾ സ്പേസിനെ കുറിച്ച് പഠിച്ചു. നൾ സ്പേസ് എന്ന് പറയുന്നത് എന്താ, ഈ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ T എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ആ നൾ ടി എന്ന് പറയുന്നത് ഒരു വിയുടെ ഒരു സബ്സ്പേസ് കൂടി ആയിരിക്കും, സബ്സെറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു. നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആ നൾ സ്പേസ് എന്ന് പറയുന്നത് ഈ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആണെന്നാണ്.
സബ്സ്പേസ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ 3 കണ്ടീഷൻസ് മാത്രം കാണിച്ചാൽ മതി. സബ്സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ ആ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇതിന് മുന്നുള്ള പഠിച്ച ആ എല്ലാ പ്രോപ്പർട്ടീസും, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു സെറ്റിന് വെക്റ്റർ സ്പേസ് ആണെന്ന് പറയുന്നത്. പക്ഷേ സബ്സ്പേസ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് കാണിച്ചാൽ മതി? 3 പ്രോപ്പർട്ടീസ് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. ഏതൊക്കെയായിരുന്നു? എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആൻഡ് ക്ലോഷർ അണ്ടർ അഡീഷൻ ആൻഡ് ക്ലോഷർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെറ്റിനെ ഒരു സബ്സ്പേസ് ആണ് ഫോർ ദി ഗിവൺ വെക്റ്റർ സ്പേസ് വി എന്ന് പറയാൻ പറ്റും. അപ്പം 3 പ്രോപ്പർട്ടീസ് നമ്മൾ ഈ നൾ ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നൾ ടി എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യാണ് ലെറ്റ് ടി ബി ദി ലീനിയർ മാപ്പ് ഡിഫൈനിങ് ഫ്രം വി ടു ഡബ്ല്യു. സിൻസ് ടി ഈസ് എ ലീനിയർ മാപ്പ് വി ഹാവ് ടി ഓഫ് 0 ഈക്വൽ ടു 0. നമ്മളിപ്പോൾ ലാസ്റ്റ് പ്രൂവ് ചെയ്ത ഒരു തിയറം ആയിരുന്നു. ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പ് ആണെങ്കിൽ ടി ഓഫ് 0 വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താ? 0 എന്ന് പറയുന്ന വെക്ടർ 0 തന്നെയായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പോസിഷൻ നമ്പർ 2.2ൻ്റെ ഡെഫിനിഷൻ ആണിത്, സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ടി എന്ന് പറയുന്നത് ലീനിയർ മാപ്പ് ആണെങ്കിൽ ടി ഓഫ് 0 വിൽ ബി ഈക്വൽ ടു 0. ദസ് 0 വിൽ ബി, ഇപ്പോൾ നോക്കി ടി ഓഫ് 0 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട്. അപ്പോൾ നൾ ടിയിലെ ഒരു എലമെൻ്റ് ആണ് എന്തായാലും 0 എന്ന് പറയുന്ന വെക്ടർ നൾ ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. ടി ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ 0 എന്ന് പറയുന്ന വെക്ടർ എവിടെ നിന്ന് ചൂസ് ചെയ്യണതാ? ഈ വെക്ടർ സ്പേസ് വിയിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണ്. സോ ആ വിയിൽ വി ക്യാൻ സേ ദാറ്റ് നൾ ടി വിൽ കണ്ടെയ്ൻ ദി 0 വെക്ടർ. അപ്പോൾ എന്തായി? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നൾ ടിയിൽ. ഇനി എന്ത് കാണിച്ചാൽ മതി? നൾ ടിയിൽ 2 വെക്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലോഷർ അണ്ടർ അഡീഷൻ ആണ്, ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൾ ടിയിൽ 2 വെക്ടേഴ്സിന് ചൂസ് ചെയ്യണം. യു എന്നും വി എന്നുള്ള 2 വെക്ടേഴ്സിന് ചൂസ് ചെയ്യണം. അപ്പോൾ നൾ ടിയിൽ നിന്ന് എടുക്കുന്ന വെക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ടി ഓഫ് 0 എന്ന് പറയുന്നതും 0 ആയിരിക്കും, ടി ഓഫ് വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണല്ലോ നൾ ടിയുടെ ഡെഫിനിഷൻ. നൾ ടിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? നൾ ടി വിൽ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ബി എലമെൻറ്റ് ഓഫ് ബി സച്ച് ദാറ്റ് ടി വി ഈക്വൽ ടു 0. ഇതാണ് നൾ ടിയുടെ ഡെഫിനിഷൻ ആയിരുന്നത്. സോ ഈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആൻഡ് വി എലമെൻറ്റ് ഓഫ് നൾ ടി എന്ന് പറയുമ്പോൾ ടി ഓഫ് യു വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ടി ഓഫ് വി ഈക്വൽ ടു 0. ഇനി ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പാണ്, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യും, ലീനിയർ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ടി യു പ്ലസ് ടി വി എന്ന് കൊടുക്കാൻ പറ്റും. ടി ഓഫ് യു പ്ലസ് വിന് ടി യു പ്ലസ് ടി വി എന്ന് കൊടുക്കാം. ടി യുവിൻ്റെ വാല്യൂ എന്താ? 0. ടി യുടെ വാല്യൂ എന്താ? 0. 0 പ്ലസ് 0 എന്ന് പറയുന്നത് 0 കിട്ടി. അപ്പോൾ നമുക്ക് ടി ഓഫ് യു പ്ലസ് വി ചെയ്യുമ്പോൾ 0 കിട്ടി. ദസ് വി ക്യാൻ സേ ദാറ്റ് യു പ്ലസ് വി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് നൾ ടി. ഹെൻസ് യു പ്ലസ് വി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് നൾ ടി. ദസ് നൾ ടി ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? ക്ലോഷർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് നൾ ടിയിൽ നിന്ന് ഒരു യു എന്നുള്ളൊരു വെക്ടർ എടുത്തു, ഫീൽഡിൽ നിന്ന് ലാംഡ എന്നുള്ളൊരു സ്കെയിലാറിനെ ചൂസ് ചെയ്ത്. ഇനി ടി ഓഫ് ലാംഡ യു എന്ന് പറയുന്നത് എന്താ? ലാംഡ ഇൻറ്റു ടി ഓഫ് യു ആണ്. കാരണം എന്താ? ടി എന്ന് പറയുന്നത് ലീനിയർ ആയതുകൊണ്ട് ഹോമോജിനിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ടി ഓഫ് യു എന്ന് പറയുന്നത് യു എലമെൻറ്റ് ഓഫ് നൾ ടി ആണെങ്കിൽ ടി ഓഫ് യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ലാംഡ ഇൻറ്റു 0. ലാംഡ ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താ? 0. ഒരു വെക്ടറിനെ സ്കെയിലാറിനെ 0 വെക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ് കിട്ടുന്നത്. Thus we can say that lambda into is an element of null t. നമുക്ക് എന്ത് കിട്ടി? null t is closed under സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ക്ലോസ്ഡ് ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് കിട്ടി, അഡീഷനും ക്ലോസ്ഡ് ആൻഡ് അഡീഷൻ എന്നും കിട്ടി. അതുപോലെ തന്നെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ഉണ്ടെന്നും കിട്ടി. അപ്പോൾ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നൾ ടി എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ്സ് ദി പ്രൂഫ്.